സ്വിമ്മിംഗ് പൂളിൻ്റെ പമ്പിനകത്ത് ഒരുപാട് ഇലയും മറ്റ് വേസ്റ്റും കൊണ്ട് നിറയുമ്പോൾ പൂളിലേക്ക് കറക്റ്റ് വെള്ളം ഇല്ലറ്റ് വാൾവ് വഴി തള്ളത്തില്ല. ആ സമയത്ത് പൂള് ക്ലൗഡിയായി ഫിൽട്രേഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ പൂള് ഗ്രീനായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പമ്പ് റൂമിൽ പോയിട്ട് പൂളിൻ്റെ പമ്പിനകത്ത് എന്തെങ്കിലും അടഞ്ഞുകൂടിയിരിക്കുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പമ്പ് തുറന്നു നോക്കുക. ഇതിപ്പോൾ ഞാൻ പറയുന്നത് പമ്പിനകത്ത് ഇലയോ മറ്റും പേപ്പറും ഇതൊക്കെ അടിഞ്ഞുകൂടി അങ്ങനെ പ്രഷറില്ലാതെ വരുന്ന ഫിൽട്രേഷൻ നടക്കാതെ വരുന്ന അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ഈ പമ്പാണ് ഇപ്പോൾ ഞാൻ കാണിച്ച പൂളിൻ്റെ ഫിൽട്ടർ പമ്പ്. ഇപ്പോൾ പമ്പ് അഴിച്ച് നമുക്കത് പരിശോധിക്കണം. ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പമ്പ് ഓഫ് ചെയ്യുക. ഇവിടെ ഓട്ടോയിൽ കിടക്കുകയാണ്, പമ്പ് ഓഫ് ചെയ്യുക. പമ്പ് ഓഫ് ആക്കിയിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ടത് മൾട്ടി പോർട്ട് വാൽവ് ക്ലോസിലിടുക. ഞാനത് ക്ലോസിലാക്കിയിട്ടുണ്ട്. ഇവിടെ ക്ലോസ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ ക്ലോസിൽ ഈ പോർട്ട് മൾട്ടി പോർട്ട് വാൽവിൻ്റെ ഹാൻഡിൽ തിരിച്ച് അതിലേക്ക് ഇടുക. അതിനുശേഷം പമ്പിലേക്ക് വരുന്ന ഇവിടെയാണ് പമ്പ്. ഇത് പമ്പിലേക്ക് വരുന്ന ലൈനുകളാണ് ഈ മൂന്നെണ്ണം. ഇത് വാക്വം ചെയ്യാൻ ഉപയോഗിക്കുന്ന ലൈൻ, ഇത് സ്കിമ്മറിൻ്റെത്, ഇതുപോലെ തന്നെ ഡ്രെയിൻ്റെ. ഈ വരുന്ന 3 വാൽവ് നമ്മൾ ക്ലോസ് ചെയ്ത് വയ്ക്കണം. അല്ലെങ്കിൽ ഇതുവഴി വെള്ളം വന്ന് പമ്പ് നമ്മൾ ഓപ്പൺ ആകുന്ന സമയത്ത് വെള്ളം പുറത്തേക്ക് വരും. അതുകൊണ്ട് ഈ വാൽവുകളെല്ലാം ഫസ്റ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഞാൻ 3 വാൽവും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ചില പമ്പിലാണെങ്കിൽ 2 വാൽവേ കാണത്തുള്ളൂ, ചിലയിലാണെങ്കിൽ ഒരെണ്ണമായിരിക്കും. എത്രയാണോ ഉള്ളത് അതൊന്ന് എല്ലാം ഒന്ന് ക്ലോസ് ചെയ്തിരിക്കും, അതായിരിക്കും സേഫ്. അതിനുശേഷം നമുക്ക് പമ്പ് ഓപ്പൺ ചെയ്യാം. പമ്പ് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് കറക്കി കൊടുക്കുക. ഓപ്പണായി വരും. പക്ഷേ ഹാർഡാണെങ്കിൽ ഇത് തുറക്കാനായിട്ട് ഒരു ടൂളുണ്ട്, അത് ഉപയോഗിക്കുക. കൈകൊണ്ട് തട്ടിയാൽ വരുന്നതാണെങ്കിൽ അങ്ങനെ തട്ടി ഇളക്കുക. ഒന്ന് ഇളക്കാം. ഞാനിത് കൈകൊണ്ട് തട്ടിയപ്പോൾ തന്നെ അത് ഇളക്കി വന്നായിരുന്നു. നമുക്ക് ഇനി അതിൻ്റെ ഡക്കൻ മാറ്റി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാ ഇതിനകത്ത് വെള്ളമുണ്ട്. നമ്മൾ ഈ 3 വാൽവ് ക്ലോസ് ചെയ്തുകൊണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ നിൽക്കുന്നത്. ആ വാൽവ് ക്ലോസ് ചെയ്തിട്ടില്ലാതെ ഈ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് പൊന്തി വന്ന് പുറത്തേക്ക് പോകല്ലേ. അപ്പോൾ അധികം കച്ചിടാനൊന്നുമില്ല, കുറേ ഇലയും മറ്റു കാര്യങ്ങളും എന്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് തട്ടിക്കണം. ഇത് പമ്പിനകത്തുള്ള ബാസ്ക്കറ്റാണ്. ഇത് നമ്മൾ കുറേ ദിവസങ്ങൾ കൂടുമ്പോഴൊക്കെ ഒന്ന് ഇളക്കി ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ പമ്പിനകത്ത് അടിഞ്ഞുകൂടി പ്രോപ്പറായിട്ട് വെള്ളം പമ്പിങ് നടക്കത്തില്ല. ഇപ്പോൾ ഫിൽട്രേഷനും ഒക്കെ കുറഞ്ഞ് പൂള് വൃത്തിയിടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് ക്ലോസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ച് വേറൊന്നുമല്ല, നമുക്ക് ഈ പമ്പ് എങ്ങനെ ഓപ്പൺ ചെയ്യാം സ്വിമ്മിംഗ് പൂളിൻ്റെ, അതുപോലെ പമ്പിനകത്ത് കച്ചട നിറഞ്ഞാൽ എങ്ങനെ അത് ഓപ്പൺ ചെയ്യണം എന്ന് വേണം. ഫസ്റ്റ് ചെയ്യേണ്ടത് പമ്പ് നമ്മൾ ഓഫ് ചെയ്യുക, പമ്പിലേക്ക് വരുന്ന ലൈനുകളെല്ലാം ക്ലോസ് ചെയ്യുക, മൾട്ടിപോർട്ട് വാൽവ് ക്ലോസിലിടുക, പിന്നെ സൈഡ് ഊരിയെടുക്കുക. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഓക്കെ, താങ്ക് യു. നമുക്കിത് ക്ലോസ് ചെയ്യാൻ വേറൊന്നുമില്ല. ജസ്റ്റ് അടയ്ക്കുക. ഈ വാഷറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡിൽ, അതൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, ഓപ്പണായിട്ട് ടൈറ്റായിരിക്കുന്നു. ഒന്നില്ലെങ്കിൽ പമ്പ് ഓൺ ചെയ്യുമ്പം ലീക്ക് വരും. പമ്പ് റൂമിനകത്തൊക്കെ വെള്ളം നിറയാൻ ചാൻസ് ഉണ്ട്. കറക്റ്റ് റൊട്ടേറ്റ് ചെയ്ത് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ വാൽവ് ഏതൊക്കെയാണോ നമ്മൾ നോർമലി ഓപ്പൺ ചെയ്ത് വയ്ക്കുന്നത് അതനുസരിച്ച് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. ഇത് തിരിച്ച് ഫിൽറ്ററിലിട്ട് കൊടുക്കുക, പോർട്ട് മാറ്റി കൊടുക്കുക, പമ്പ് ഓൺ ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ.